പല കാരണങ്ങൾ പറഞ്ഞ് ഇസ്രയേൽ ഗാസ ആക്രമണം തുടരുകയാണ്. എന്നാൽ ഗാസയിലെ അവസ്ഥ എന്താണ്? ജനങ്ങളുടെ ജീവനും ജീവിതവും തകർന്നു തരിപ്പണമായി. ഹമാസ് ആയിരുന്നു ഇസ്രയേലിൻ്റെ ലക്ഷ്യം. ഹമാസിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണ്? യുദ്ധം തുടരുന്നതിനിടയിലും പാലസ്തീൻ സായുധ സംഘടനയായ ഹമാസ് ഒക്ടോബറിന് മുമ്പുള്ള അതേ നിലയിൽ ഗാസയിൽ തുടരുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ഹമാസിനെ തകർക്കുമെന്ന നെതന്യാഹു സർക്കാരിൻ്റെ വാദം യാഥാർത്ഥ്യമായില്ലെന്നാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹമാസിനെയും അതുമായി ബന്ധപ്പെട്ട എല്ലാ ശേഷിപ്പുകളെയും ഗാസയിൽ നിന്ന് തുടച്ചു നീക്കിയതിനു ശേഷം യുദ്ധം അവസാനിപ്പിക്കുമെന്നായിരുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും സുരക്ഷാ മന്ത്രി യോവ് ഗാലന്റും പറഞ്ഞിരുന്നത്. എന്നാൽ നിലവിൽ ഗാസ ഒക്ടോബർ 7 മുമ്പുള്ള സാഹചര്യത്തിലേക്ക് എത്തിയെന്ന് ഇസ്രയേലി മാധ്യമങ്ങൾ പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഇസ്രയേലിന് നേരെ ഗാസയിൽ നിന്ന് റോക്കറ്റ് ആക്രമണം അടക്കമുള്ള പ്രതിരോധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഹമാസിനെ തളർത്താൻ ഇസ്രയേലിന് കഴിഞ്ഞില്ല എന്നുള്ളതിന് തെളിവാണെന്ന് മാധ്യമങ്ങൾ പറയുന്നുണ്ട്. തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് ഇസ്രയേലി സൈന്യം അവകാശവാദം ഉന്നയിക്കുന്ന വടക്കൻ ഗാസയാണ് ടെൽ അവീവിന് നേരെയുണ്ടായ പ്രത്യാക്രമണത്തിന്റെ കേന്ദ്രം. വടക്കൻ ഗാസയിലെ മുഴുവൻ പാലസ്തീനികളെയും സൈന്യം കുടിയൊഴിപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഈ ആക്രമണം നൽകുന്ന സൂചന പാലസ്തീനികൾ വടക്കൻ ഗാസയിലേക്ക് തിരികെ എത്തിയെന്നും ഹമാസ് ഇവിടങ്ങളിൽ ആധിപത്യം സ്ഥാപിച്ചുവെന്നുമാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ആക്രമണത്തിന് പുറമെ ഹമാസ് ഇസ്രയേലി സൈനികരെ കൊലപ്പെടുത്തിയെന്നും ഇസ്രയേൽ മാധ്യമമായ ചാനൽ 80 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം ഹമാസ് തടവിലാക്കിയ ഇസ്രയേലി ബന്ദികളെ മോചിപ്പിക്കാൻ നെതന്യാഹു സർക്കാരിന് സാധിച്ചില്ലെന്നും മാധ്യമങ്ങൾ വിമർശിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇസ്രയേലി ബന്ദികളെ മോചിപ്പിക്കണമെന്ന് അപേക്ഷിച്ച് ബ്രിട്ടനും അമേരിക്കയും അടക്കമുള്ള 18 രാജ്യങ്ങൾ ഹമാസിന് കത്തെഴുതിയിരുന്നു. ഗാസയിൽ നടത്തുന്ന യുദ്ധത്തിൽ നെതന്യാഹു സർക്കാർ പരാജയപ്പെട്ടുവെന്നാണ് ഇസ്രയേൽ മാധ്യമങ്ങളുടെ വിലയിരുത്തൽ. എങ്കിലും പരിഹരിക്കാൻ ശ്രമം നടക്കുമ്പോഴൊക്കെ വഷളായിക്കൊണ്ടിരിക്കുന്ന സംഘർഷ മേഖലയാണ് ഇസ്രയേലും ഗാസ സ്ട്രിപ്പും വെസ്റ്റ് ബാങ്കുമൊക്കെ അടങ്ങുന്ന പശ്ചിമേഷ്യൻ മേഖല. ജോർദാൻ നദിക്കും മെഡിറ്ററേനിയൻ കടലിനും ഇടയിലുള്ള ഈ മേഖല ചരിത്രത്തിൽ പാലസ്തീൻ എന്നാണ് അറിയപ്പെട്ടത്. ലോകമഹായുദ്ധങ്ങളും അന്നത്തെ ലോകശക്തികളുടെ ഇടപെടലുമാണ് ആ പഴയ പാലസ്തീനെ വിഭജിച്ച് ഇന്ന് കാണുന്ന ഇസ്രയേലും പിന്നെ പാലസ്തീൻ എന്നറിയപ്പെടുന്ന വെസ്റ്റ് ബാങ്കും ഗാസ സ്ട്രിപ്പുമൊക്കെയാക്കി മാറ്റിയത്. പഴയ പാലസ്തീനിൽ ഭൂരിപക്ഷം മുസ്ലിങ്ങളും 10% ക്രിസ്ത്യാനികളും 1-2% മാത്രം ജൂതന്മാരുമുള്ള മേഖലയായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഓട്ടോമൻ സാമ്രാജ്യത്തെ തകർക്കാൻ മതനേതാക്കളുമായി ബ്രിട്ടീഷുകാർ നടത്തിയ ചർച്ചകളും ഉടമ്പടികളുമാണ് ഇനിയും പരിഹരിക്കാത്ത സംഘർഷത്തെ പുതിയ പാതയിലേക്ക് നയിച്ചത്. ഓട്ടോമനെ തകർക്കാൻ കൂട്ടുനിന്നാൽ പാലസ്തീൻ ജൂതർക്ക് സ്വന്തമായി ഒരു രാജ്യം നൽകാമെന്ന് ബ്രിട്ടൻ വാക്കു നൽകിയിരുന്നു. ഇതുപോലെ തന്നെ പാലസ്തീനെ വിഭജിച്ച് നൽകാമെന്ന് അറബ് അധികാര കേന്ദ്രങ്ങൾക്കും ഫ്രഞ്ചുകാർക്കും അവർ ഒരേ സമയം വാക്കു നൽകി. ബ്രിട്ടീഷ് കോളനിയായ പാലസ്തീൻ മേഖലയിൽ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഭിന്നിപ്പിച്ച് ഭരിക്കാനും അവർ തുടങ്ങി. രണ്ടാം ലോക മഹായുദ്ധകാലത്തിന് ശേഷം 1947 ഐക്യരാഷ്ട്രസഭ ഇടപെട്ട് പാലസ്തീനെ വിഭജിക്കാൻ കൊണ്ടുവന്ന ഫോർമുലയാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. പാലസ്തീനെ വിഭജിച്ച് ഒരു പ്രദേശത്തെ ജൂത പ്രദേശമാക്കുകയും മറ്റു ചില പ്രദേശങ്ങളെ പാലസ്തീനാക്കി മാറ്റുകയും ജെറുസലേമിനെ അന്താരാഷ്ട്ര നഗരമാക്കി പരിപാലിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ആ ഫോർമുല. ജൂതന്മാർക്ക് ഒന്നിച്ചു കിടക്കുന്ന പ്രദേശമാണ് ലഭിക്കുകയെങ്കിൽ പാലസ്തീന് പലയിടത്തായി ചിതറിക്കിടക്കുന്ന വെസ്റ്റ് ബാങ്കും ഗാസ സ്ട്രിപ്പുമൊക്കെയായിരുന്നു ലഭിക്കുക. ജൂതർക്ക് ഈ ആശയത്തോട് താല്പര്യമായിരുന്നു. എന്നാൽ പാലസ്തീൻ അനുകൂല കേന്ദ്രങ്ങൾ അതിനെ എതിർത്തു. പരമ്പരാഗതമായി തങ്ങളുടേതെന്ന് കരുതപ്പെടുന്ന രാജ്യത്തു നിന്നും തങ്ങൾ വിഭജിച്ചു നിൽക്കേണ്ടി വരുന്നു എന്ന തോന്നൽ അവരിലുണ്ടായി. ജെറുസലേം എന്ന പ്രദേശം ജൂതർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒരുപോലെ പ്രധാനമായ സ്ഥലമാണ്. അതുകൊണ്ടായിരുന്നു UN അങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നത്. ജെറുസലേമിന് ചുറ്റുമാണ് ജൂതന്മാരുണ്ടായിരുന്നത്. പല കാലഘട്ടങ്ങളിലായി ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് കുടിയേറിയിരുന്ന ജൂതരെ ഒന്നിച്ചു ചേർക്കാനും ഒരു കുടക്കീഴിൽ ഒരു രാഷ്ട്രത്തിന് കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ സയനിസ്റ്റ് മൂവ്മെന്റ് ഉണ്ടായി. 1920കളിലും 1940കളിലും പാലസ്തീനിലേക്കുള്ള ജൂത കുടിയേറ്റക്കാരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു. ഹിറ്റ്ലർ ജൂതന്മാരെ തിരഞ്ഞുപിടിച്ച് കൂട്ടക്കുരുതി നടത്തിയതു മുതൽ യൂറോപ്പിലും മറ്റുമുണ്ടായ പല പ്രതിസന്ധികളും ജൂതന്മാരെ അവരുടെ വാഗ്ദത്ത ഭൂമിയായ ജെറുസലേമിലേക്ക് ആകർഷിച്ചു. അവർ അവിടേക്ക് കുടിയേറി.
അങ്ങനെയാണ് ഐക്യരാഷ്ട്രസഭയുടെ ഫോർമുലയുടെ ചുവട് പിടിച്ച് 1948 ഇസ്രയേൽ എന്ന രാജ്യമുണ്ടാകുന്നത്. അവിടെ ജൂതന്മാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരുന്നു. കുടിയേറ്റം നിർബാധം തുടർന്നു. രാഷ്ട്രീയപരമായി ഇസ്രയേൽ കരുത്തരായി. ഈ കരുത്താണ് പാലസ്തീനെതിരെ ഇന്നും യുദ്ധം തുടരാൻ ഇസ്രയേലിനെ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ ഇതൊന്നും തങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചാണ് പാലസ്തീനു വേണ്ടി ഹമാസ് പോരാടിക്കൊണ്ടിരിക്കുന്നതും ശക്തരായി തന്നെ നിലനിൽക്കുന്നതും.